ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ചെറുപഴം കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു 4 മണി പലഹാരമാണ്. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 10 ചെറുപഴമാണ് എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാലിപ്പൂവൻ പഴമാണ് എടുത്തിരിക്കുന്നത്. ഏത് ചെറുപഴം വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ വേണ്ടത് 2 കപ്പ് അരിയാണ്. അപ്പോൾ ഇത് കുത്തരിയാണ് എടുത്തിരിക്കുന്നത്. ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന ഏത് അരി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് കഴുകി വെള്ളം വാലാനായിട്ട് വയ്ക്കണം. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ പാനിലേക്ക് നമ്മൾ കഴുകി വെള്ളം വാഴ്ത്തി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി അരിയൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വന്ന് തുടങ്ങുമ്പോൾ പിന്നെ കുറച്ചൊന്ന് ഫ്ലെയിം കുറച്ചിടണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം പിന്നീട് വറുത്തെടുക്കാനായിട്ട്. അത് നമ്മൾ പോപ്കോണൊക്കെ പൊട്ടി വരില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് റെഡിയായി വരണം. ഇതുപോലെ ഈ പൊട്ടി വരുന്നൊക്കെ സമയമുണ്ടല്ലോ, ആ സമയത്ത് ഫ്ലെയിം കുറച്ചിടണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആവുന്നത് വരെ ഇത് വറുത്തെടുക്കണം. എന്നിട്ട് ഇത് പെട്ടെന്ന് തന്നെ ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റി വയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് ഈ പാത്രത്തിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ കരിഞ്ഞു പോകും. അല്ലെങ്കിൽ ഇത് കുറച്ച് നേരം കൂടെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം കൂടെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കരിഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ. അപ്പോൾ എളുപ്പം പെട്ടെന്ന് തന്നെ ഒരു പാത്രത്തിലിട്ട് മാറ്റുന്നതാണ്. പിന്നെ അരി വറുത്തത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം ആ ഒരു സെയിം പാനിൽ തന്നെ 1 കപ്പ് ശർക്കരയാണ് എടുക്കുന്നത്. അപ്പോൾ ഇനി ആ ശർക്കരയിലിട്ട് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം. അതായത് ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഈ ശർക്കരപ്പാനി ഒന്ന് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. പിന്നീട് ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത 10 പഴം ഉണ്ടല്ലോ, അത് തൊലി കളഞ്ഞ് എടുത്തു വയ്ക്കാം. ഇനി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഉടച്ചെടുത്ത് വെച്ചാൽ ഞാനിതുപോലത്തെ ഒരു മട്ലർ ഉപയോഗിച്ചിട്ട് ഉടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. കൈ കൊണ്ട് ഉടച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതാ പഴമൊക്കെ നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അരിയൊക്കെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും അങ്ങോട്ട് തണുത്ത് പോകണ്ട, ഒരു ചെറിയൊരു ചൂടോടുകൂടി തന്നെ നമുക്കിത് പൊടിച്ചെടുക്കാം. അപ്പോൾ അത് മിക്സിയുടെ ജാറിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. അതായത് ഇപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം അരി വറുത്ത് പൊടിച്ചതുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് പഴം ഉടച്ചെടുത്ത പഴം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് തേങ്ങ ചിരകിയതാണ്, അതും കൂടെ ചേർക്കാം. പിന്നീട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. പിന്നീട് ഇതിലേക്ക് അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അത് ഞാൻ കുറച്ച് ചൂടോടുകൂടി തന്നെ ഇട്ടാ ചേർക്കണത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ അത് എല്ലാ വശത്തോടെയും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഈ ശർക്കരപ്പാനിയുടെ പകുതിയാണ് കേട്ടോ ഇപ്പോൾ ചേർക്കണുള്ളൂ. ബാക്കി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്ത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അതായത് ഒരു 2-3 മിനിറ്റ് നേരം വെച്ചാൽ മതി. റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതിന് ശേഷം എടുത്ത് കഴിയുമ്പോൾ ഈ ഒരു നമ്മുടെ വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, അപ്പോൾ അത് ആ ശർക്കരപ്പാനിയൊക്കെ നല്ലപോലെ വലിച്ച് കുടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്തേക്ക് ഇനി വേണം അടുത്ത ബാക്കിയുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാനിട്ടാ. അപ്പോൾ ബാക്കിയുള്ള ശർക്കരപ്പാനിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സാക്കി എടുത്തിട്ട് നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പിൽ അങ്ങോട്ട് ഉരുട്ടിയെടുക്കാം. ഞാനിതിപ്പോൾ ഒരു ലോഗ് ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഷേപ്പിലാണ് ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണോ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് തയ്യാറാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഞാനൊന്ന് എള്ളിലാണ് കേട്ടോ ഇതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണത്. കാഴ്ചയ്ക്കൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാണ് എള്ളിലിങ്ങനെ എടുക്കുന്നത്. പിന്നെ കഴിക്കാനാണെങ്കിലും നല്ലത് തന്നെയാണല്ലോ, നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണല്ലോ വെള്ള എള്ളിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാതും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാതും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് പറഞ്ഞൊന്ന് കഴിച്ച് വെക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും തയ്യാറാക്കി വെക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇതുപോലത്തെ നല്ല നല്ല കുക്കിംഗ് വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ നല്ലൊരു ഉഷാറ് വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആഷസ് ക്രിയേഷൻ.